സ്തോത്രം. വീട് ദൈവദാസന്മാർക്ക് വേണ്ടി തുറന്നു കൊടുത്തു പറഞ്ഞ് ഇവിടെ പാർത്ത് ഈ ഏരിയയിൽ വേല ചെയ്യാൻ പറഞ്ഞു. പണ്ടൊക്കെ വിശ്വസിച്ച് പാർപ്പിക്കുകയും ചെയ്യാം, വിശ്വസിച്ച് പാർക്കുകയും ചെയ്യാം. ഈ കാലയളവിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ വരുന്നു. എങ്കിലും വിശ്വസ്തരായ ദൈവ കുഞ്ഞുങ്ങളുണ്ട്. പണ്ടൊരാളെ വിശ്വസിച്ച് പാർപ്പിച്ചു, നേരം വെളുത്ത് പോകാന്നൊരു ഷീറ്റ് മടക്കി തരണമെന്ന് ചോദിച്ചു. അയ്യോ വേണ്ട എന്ന് പറഞ്ഞു. ഉടനെ അത് മടക്കി പുള്ളിയുടെ പെട്ടിയിൽ അങ്ങ് വെച്ചു. വീട്ടുകാർ ധരിച്ചത് ധൃതി പോവുക, ഇനി അത് മടക്കി തരാനൊക്കെ സമയമെടുക്കും, അതുകൊണ്ടാണ് പറഞ്ഞ മടക്കി തരണ്ടെന്ന്. അപ്പൊ പുള്ളി ദ്വയാർത്ഥ പ്രയോഗമാണ് പറഞ്ഞത്. മടക്കി തരണ്ടല്ലോ. ഉടനെ അത് മടക്കി പുള്ളിയുടെ പെട്ടി വെച്ച് എന്നാ ആട്ടെ ഇറങ്ങട്ടെന്ന് പറഞ്ഞു. വിശ്വസിച്ച് പാർപ്പിക്കാനും ഒക്കത്ത്. ഇനി മറുവശം വിശ്വസിച്ച് പാർക്കാനും. ചില വീടുകളിൽ വിശ്വസിച്ച് പാർക്കാനൊക്കത്തില്ല. പുത്തീപ്പന്റെ തള്ളയെ പോലുള്ള തള്ളയാന്ന് ദോഷോപ്പിച്ച് വെക്കും. യോസേപ്പ് അകത്തോട്ട് കയറിയപ്പോൾ അവള് ഒരു പിടി തുണിയാല്. പിന്നെ യോസേപ്പ് തുണി കിട്ടാ ചങ്ങ്. യോസേപ്പ് അടുത്ത് തുണി പോയെങ്കിൽ പുളിമുട്ടി ചെന്നാൽ തുണി കിട്ടും. ജീവിതം പോയാൽ ഒരു കടയിലും കിട്ടുക. തുണി പോയാൽ 3 മീറ്റർ തുണി ശീമാട്ടി ചെന്ന് കിട്ടും. ജീവിതം പോയാൽ ഏത് ശീമാട്ടിയിലാണ് കിട്ടുന്നത്? ഒരു ശീമാട്ടിലും ജീവിതമില്ല. ജീവിതം കളഞ്ഞു മുടിക്കരുത്. ഒരൊറ്റ ജീവിതമേ ഉള്ളത്, യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം.